ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമോ, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാളേക്കുള്ള യാത്രയ്ക്കുള്ള പെട്ടികളൊക്കെ റെഡിയായി കേട്ടോ. 2 പെട്ടി എടുത്തിട്ടുള്ളൂ, പിന്നെ ഈ 2 ബാഗ് മാത്രം. ഇത്ര ലഗേജ് നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാളത്തെ യാത്രയ്ക്ക് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ യാത്ര നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് 9:30 ഇറങ്ങി കേട്ടോ. നമ്മൾ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ കേരളത്തിലേക്ക് പോവാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഈ യാത്രയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ, നമ്മൾ നോർമലി കൊച്ചിയിലേക്കാണ് പോവാറ്. സലാലയിലായിരുന്നപ്പോഴും ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ കൊച്ചിക്കാണ് പോവാറ്. എന്നിട്ട് അവിടെ നിന്നാണ് പാലക്കാട്ടേക്ക് പോവാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ റൂട്ടൊന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ മസ്കറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. നമ്മുടെ പത്മനാഭസ്വാമിയുടെ മണ്ണിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കാണാൻ പോവാണ് കേട്ടോ. വീട്ടിൽ എന്തൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ദിവസം നമ്മൾ ഫാമിലിയായിട്ട് അവിടെയൊക്കെ അമ്പലങ്ങളും അതുപോലെ കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, അവരെ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതേ എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ട്രിവാൻഡ്രം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ എയർ ഇന്ത്യ കുറച്ച് ടൈം ഡിലേ ആണ്, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു, പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടൈമായി. അപ്പോൾ വേദക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ഒരുപാട് ഫ്ലൈറ്റൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ് രാജ്യത്തേക്കുള്ള ഇത് നോക്കിക്കണ്ട നമ്മളിങ്ങോട്ട് പോകണം. Seat belt basket, suitable to take off, please keep your seat upright, seatbelt fastened. For bags the tray table and raise the window bit fully clear outside view. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, മുട്ടക്കറി. അപ്പോൾ നമ്മളെല്ലാവരും അത് കഴിച്ചു, കാരണം വേദക്കുട്ടനും വിശക്കുമല്ലോ, അപ്പോൾ അവനും കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിച്ചു. പിന്നെ അച്ഛനും മോനും കൂടിയും കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ടിരുന്നു. വേദക്കുട്ടൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓരോരുത്തരുടെ മടിയിലായിട്ട് മാറി മാറി ഇരുന്ന കളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ മമ്മിക്ക് തലവേദനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ടീ വാങ്ങിച്ചു, പിന്നെ എനിക്കൊരു കോള വാങ്ങിച്ചു. പിന്നെ വേദക്കുട്ടൻ കടലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ശരിക്കും സന്തോഷത്തിലാണ്, ഒരു ത്രില്ലിൽ തന്നെ പറയാം. അവന് ഭയങ്കര ഇഷ്ടമായി യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മളിത് അങ്ങനെ പത്മനാഭൻ്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്തിയെന്ന് തന്നെ പറയാം, താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം കുട്ടിക്കാലം തൊട്ടിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കാണണം എന്നൊക്കെ. കാരണം ശബരിമലയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ യാത്രയിൽ എനിക്ക് നടക്കുമെന്ന് വിചാരിക്കണോ അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിതാ ബാഗൊക്കെ നമ്മൾ ലഗേജുകൾ എടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഒരുപാട് ലഗേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പോവാം. അപ്പോൾ അങ്ങനെ നമ്മളിതാ ലഗേജ് വെയിറ്റ് ചെയ്യാണ്, ലഗേജുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൊച്ചി തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്. എയർപോർട്ട് നമ്മൾ പോയതിൽ വെച്ചിട്ട് കൊച്ചി തന്നെയാണ് ഇഷ്ടമായത്. എന്തായാലും അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പിന്നെ ഒഫീഷ്യലായിട്ടുള്ള പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി കേട്ടോ. യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചേട്ടൻ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി വന്നു, നമ്മൾ കയറിയതും വണ്ടിയിൽ കയറിയതും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ നാട്ടിലെത്തിയപ്പോഴേക്കും മഴ കഴിഞ്ഞു. എന്തായാലും അതൊരു പുതിയൊരു അനുഭവം. ഇത് കിട്ടുന്ന മഴ ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത്, ബസ് സ്റ്റാൻഡൊക്കെ അടുത്തായിട്ടുള്ള ആര്യനിവാസ് ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നല്ലൊരു ഇതായിരുന്നു. എന്തായാലും നമ്മളവിടെ എത്തി. അങ്ങനെ റൂമിലെത്തി ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ കിടന്നു, കാരണം എല്ലാവരും ടയേർഡാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ, സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.